വരുമോ നീ തിങ്കളേ തിങ്കളേ. അവൻ മരിച്ചു കിടന്നാ പോലും ഈ വീട്ടിലാർക്കും അശേഷം അവനോട് കാരുണ്യം തോന്നില്ല. കാരണം കെടാവിളക്കായിരുന്നു ഈ കുടുംബം. ഇവിടുത്തെ സന്തോഷവും ഐശ്വര്യവും എല്ലാം അവൻ തല്ലിക്കെടുത്തി. അവൻ ഒറ്റയാളാ അച്ഛന്റെ മരണത്തിന് പോലും കാരണക്കാരൻ. ശ്രീമംഗലത്തെ സേതുശേഖരൻ തമ്പിയോട് എനിക്ക് വല്ല ആഭിമുഖ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ യാചിക്കാൻ വന്നത്. ആ മനുഷ്യനെയും ശ്രീമംഗലത്തുള്ള ആൾക്കാരെയും കഴിഞ്ഞ കുറെ നാളുകളായി ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നവളെ ഞാൻ. എന്നിട്ട് പോലും ഒരാപത്ത് സമയത്ത് മുഖം തിരിച്ചില്ലേ ഞാൻ. അതിനെയാ മനുഷ്യത്വം എന്ന് പറയുന്നത്. താഴത്ത് വീട്ടുകാർക്ക് എന്നേക്കാൾ മനുഷ്യത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. എന്റെ ആ ധാരണ നിങ്ങളായിട്ട് തെറ്റിക്കരുത് പ്ലീസ്. ചിഞ്ചുമോളെന്ന് കാണിച്ചിട്ട് എത്രയും വേഗം ഞാൻ തിരിച്ചെത്തിക്കാം. പ്ലീസ് ദയവായിട്ട് നോ എന്ന് പറയരുത്. എത്രയൊക്കെ വാദിച്ചാലും അത് മാത്രം നടക്കാൻ പോണില്ല. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. ആ സമയം കൊണ്ട് അയാളെ പോയി ശുശ്രൂഷിക്കാൻ നോക്ക്. മരിക്കുന്ന നേരത്തെങ്കിലും അയാൾക്ക് ഇത്തിരി വെള്ളം നനച്ചു കൊടുക്കാൻ അടുത്ത ആളുണ്ടാവ്. വാ മോളെ. മോള് വാ. ഈശ്വര, ഈ സമയത്ത് ഇവരിങ്ങനെ കാണിച്ച നോഹയുടെ പെട്ടകം പോലെ ഈ കടലകൾ താണ്ടി വേഗം കൊണ്ടുപോയ ഒരു കപ്പൽ. എനിക്കും എന്റെ റീതയ്ക്കും യുഗങ്ങളോളം തിരുമ്പുന്ന ഈ തിരുമല മുറിച്ച് ഭൂമിയുടെ അറ്റത്തേക്ക് യാത്ര ചെയ്യണം. ഹലോ. ഹലോ പോലീസേ, മോനെ ഇത് സ്റ്റീഫനാ. സ്റ്റീഫൻ, താനിപ്പോ എവിടെയാ? ഞാൻ സ്വർഗത്തിലേക്കുള്ള പ്രയാണത്തിലാണോ? ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എന്റെ വൈഫ് റീത രാജ്കുമാരിയുമുണ്ട്. സ്റ്റീഫൻ, എനിക്ക് തന്നെ ഒന്ന് കാണണം. എന്റെ റീതയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനല്ലേ? നോ, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ വിചാരിച്ചാൽ ഒരുപക്ഷെ നിന്റെ റീതയെ രക്ഷിക്കാനാവും. എടാ, ഞാൻ നിന്റെ ഫ്രണ്ടല്ലേ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. സത്യമാണോ നീ പറയുന്നത്? യെസ്, നിനക്കെന്നെ വിശ്വസിക്കാം. എന്നാ നമുക്ക് നേരിൽ കാണാം. കമോൺ. സുനിൽ, എനിക്ക് സമയമില്ല, എനിക്ക് വേഗം പോകണം. കടൽ കടന്ന് ആനന്ദമായി യാത്രയ്ക്ക് പോകാനുള്ളതാണ്. പറ, നീ പറഞ്ഞ പോലെ നിനക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും? നിരപരാധിയായ ഒരാളെയും ശിക്ഷിക്കരുതെന്നാണ് എന്റെ പോളിസി. എന്റെ റീത നിരപരാധിയാണല്ലോ. അത് നീയല്ല നിശ്ചയിക്കേണ്ടത്, കോടതിയാണ്. എന്റെ കോടതി ഞാൻ തന്നെയാണ്. നിന്റെ കോടതിയിലെ നിയമം അനുസരിക്കലല്ല എന്റെ തൊഴിൽ. അപ്പോ എന്റെ റീതയെ രക്ഷിക്കാമെന്ന്, എന്നെ സഹായിക്കാമെന്ന് നീ പറഞ്ഞത് പൊളിവാക്കാണല്ലേ? എങ്ങനെ അവളെ എനിക്ക് രക്ഷിക്കാൻ കഴിയും? അമ്പിയെ വെടിവെച്ച് കൊന്നതല്ലേ? എന്റെ റീത കൊന്നിട്ടില്ല. നിന്റെ മൊബൈലിൽ നീ ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടു. നിന്റെ മകളും ഭാര്യ സഹോദരനും ചേർന്ന് ആ മൊബൈൽ ഭദ്രമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ റീത്തയെന്ന് വിളിക്കുന്ന ആ യുവതി
അമ്പിയെ കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അമ്പിയെ കൊന്നത് ആ യുവതിയാണെന്ന് തെളിയിക്കാൻ അത് മാത്രം മതി കോടതിക്ക്. ഇനി എനിക്കറിയേണ്ടത് ഏതാണ് ആ യുവതിയെന്ന, എവിടെയാണ് അവളുടെ നാടെന്ന, നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന പറ. ആ യുവതി എവിടെയുണ്ടെന്ന് പറ. എനിക്ക് അവരെ കസ്റ്റഡിയിൽ എടുക്കണം. നിർത്താനാ പറഞ്ഞേ. ഇത്ര ചിരിക്കാൻ എന്താ ഉള്ളേ? പാവം എന്റെ ഫ്രണ്ട് സുനിൽ ഹാസൻ. എന്റെ റീത്തെ കസ്റ്റഡിയിൽ എടുക്കണം പോലും, അവൾ ആരാണെന്ന് അറിയണം പോലും, അവളുടെ ഊരും പേരും അറിയണം. കഷ്ടം എന്റെ സുനിൽ സാർ. ഇത് കണ്ടോ, 7 കടലിനക്കരെ 7 ഗുഹങ്ങളുടെ അപ്പുറം ഒരു കൊട്ടാരത്തിൽ ഞാൻ അവളെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുക. ആ മുറിയുടെ താക്കോലാണിത്. പക്ഷെ നീയെന്നല്ല, ദൈവം തമ്പുരാൻ എഴുന്നള്ളി വന്നാൽ പോലും അവളെ കാണാൻ കഴിയില്ല. ഞാൻ പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാം. പോലീസ് ഭാഷ ഉപയോഗിച്ചല്ലേ? സോറിടാ. നിനക്കിനി ആയുസ് ഉണ്ടായെങ്കിലല്ലേ? മരിക്കും മുമ്പ് പരമകാരുകനായ അള്ളാഹുവിനോട് നിനക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം തരാം. അതിനുശേഷം നിന്റെ മരണം എന്റെ കൈ. എന്റെ റീത്തെ തൊട്ട് കളിക്കാൻ വരുന്ന ആരായാലും തട്ടിക്കളഞ്ഞ എന്റെ കൈ കൊണ്ടുള്ള ആദ്യത്തെ ഇര നീ തന്നെ ആകട്ടെ. നീ എന്താ കരുതത്? നിന്റെ വാക്കുകൾ വിശ്വസിച്ച് പാവം സ്റ്റീഫൻ ഓടി വന്നതാണ്. അല്ലടാ, എനിക്കറിയാമായിരുന്നു നീ ഇതൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ വന്നത് നിന്നെ കൊല്ലാൻ കരുതി തന്നെയാണ്. ദുഷ്ട, നിന്നെ ഞാൻ വിടില്ല. നോക്കിക്കോ. ഇതെന്താടോ ഭക്ഷണം കഴിക്കാത്ത? എന്റെ റീത്ത നിങ്ങൾ കാരണം പട്ടിണിയാ. ആ പാവം പട്ടിണി കിടക്കുമ്പോ ഇത് ഞാൻ കഴിക്കാനോ? അതിന് സ്റ്റീഫൻ മരിക്കണം. താൻ പട്ടിണി കിടന്ന് തന്നെ മരിക്കും കേട്ടോ. മരിക്കണം, അതാ എന്റെയും ആഗ്രഹം. സ്വർഗരാജ്യം എനിക്കും എന്റെ റീത്തേക്കുള്ളതാ. സർ, 1 മിനിറ്റ്. സർ, എനിക്കൊരു ഫോൺ ചെയ്യണം. പിന്നെ ഇത് പബ്ലിക് ടെലിഫോൺ ബൂത്ത് അല്ലേ? പ്ലീസ് 1 മിനിറ്റ്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ജസ്റ്റ് എ ലോക്കൽ കോൾ. സാധാരണ അനുവദിക്കാറില്ല. താൻ സുനിൽ സാറിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം അനുവദിക്കുന്നതാ. ഓ, ചെന്ന് വിളിച്ചോ. താങ്ക് യു, താങ്ക് യു. ഹലോ, ഞാൻ സ്റ്റീഫനാ. ഞാനിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. ഓ, അതിവിടെ. ഓ, ഓക്കെ ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സ്റ്റീഫനോ? അതാരാ? പ്രതിയോ? എന്താ കാര്യം? സർ, എന്റെ ജാമ്യത്തിനുള്ള അഡ്വക്കേറ്റാ ഞാൻ. പെട്ടെന്ന് സംസാരിച്ചിട്ട് വെച്ചേക്കണം. ഹലോ. ഓക്കെ ഓക്കെ. അവിടെ നിൽക്കണം. ചിഞ്ചുമോളെ, ചിഞ്ചുമോളെ, ഈ കുട്ടി എവിടെ പോയി കിടക്കുക? ചിഞ്ചുമോളെ. എന്താ ജയ, ചിഞ്ചുമോളെ കണ്ടില്ലേ? ഇവിടെ എങ്ങും കാണാനില്ല. ഈ ഭക്ഷണം ഒന്ന് കഴിപ്പിക്കാനാ ഞാൻ എവിടെയെല്ലാം നോക്കി. ചിഞ്ചു,
ചിഞ്ചുമോളെ, ചിഞ്ചുമോളെ, ചിഞ്ചു, ചിഞ്ചുമോളെ, ചിഞ്ചു, ചിഞ്ചുമോളെ. ഈ കുട്ടി ഇതെവിടെ പോയി കിടക്കുക? ചിഞ്ചുമോളെ, 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 ചിഞ്ചു. ആഹാ, ചിഞ്ചുമോൾ ഇവിടെ ഇരിക്കായിരുന്നോ? മോളെ എവിടെയൊക്കെ ഞാൻ തിരക്കി. വാ, ഭക്ഷണം കഴിക്ക. എന്താ മോളെ? ചിഞ്ചുമോളെ, എന്താ പറ്റിയേ? എനിക്ക് എന്റെ അച്ഛനെ കാണണം. എന്റെ അച്ഛന് സുഖമില്ലാത്തതല്ലേ. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോണം. എനിക്ക് അച്ഛനെ കാണണം. എനിക്കിപ്പൊ കാണണം അച്ഛനെ. എന്റെ അച്ഛന് സുഖമില്ലാത്തതല്ല. അച്ഛാ, അച്ഛാ, അച്ഛനും ക്ഷമിക്കുമോളെ. അച്ഛൻ കുടുംബാവിയ, ക്ഷമിക്കും. എന്താ ഡോക്ടറെ ഒന്ന് വിളിക്കും. ഡോക്ടർ, ഡോക്ടർ, ഡോക്ടർ. കുട്ടി ഒന്ന് മാറിക്കേ. നിങ്ങൾ എന്ത് തോന്നിയ കാണിച്ച് ഒന്ന് കാണാൻ പറഞ്ഞത് അബദ്ധമായോ? സോറി ഡിയർ, ഞാൻ അല്പം ലേറ്റായി. മനഃപൂർവ്വം അല്ലായിരുന്നു. വ്യക്തമായി കാരണമുണ്ട്. റീത്തയെ കണ്ടെത്താൻ വേണ്ടി ആ പോലീസുകാര് എന്നെ പിടിച്ചോണ്ട് പോയി. എവിടെയാണ് റീത്തയെന്ന് ചോദിച്ച് ക്രൂരമായി തല്ലി ചതച്ചു എന്നെ. ചങ്ക് പറഞ്ഞു പോയിട്ടും എന്റെ റീത്തയെ ഞാൻ ഒറ്റുകൊടുത്തില്ല. അവള്, ആ ഏഞ്ചല എല്ലാം കുഴപ്പിച്ചത്. കളഞ്ഞുപോയ എന്റെ മൊബൈൽ ആ സാത്താന്റെ സന്ധ്യയുടെ കയ്യിലെത്തി. അത് അവൾ പോലീസിന്റെ കയ്യിലേൽപ്പിച്ചു. അതില് റീത്ത